Hi friends, ഇന്നത്തെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് xiaomeയുടെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് ഫോണായ പോക്കോ F1 ന്റെ കുറച്ച് ഫീച്ചേഴ്സ് ആണ്. അതിന്റെ കുറച്ച് സ്പെക്സ് ഞാനൊന്ന് പറയാം. ഇതിൽ നമുക്ക് ലഭിക്കുന്നത് 6.18 ഇഞ്ച് ഫുൾ HD IPS ഡിസ്പ്ലേ ആണ്. കോർണിംഗ് ഗൊറില്ലാ പ്രൊട്ടക്ഷനോട് കൂടി 18:9 ആസ്പിറേഷൻ ആണ് ഇത് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് നിർമ്മിച്ചിരിക്കുന്നത് പോളി കാർബണേറ്റ് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ വീണ് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നീട് ഇതിന്റെ ക്യാമറ പറ്റി പറയുമ്പോൾ ക്യാമറ വരുന്നത് ബാക്കിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ്. 12 MP + 5 MB ഡെപ്ത് സെൻസറോട് കൂടി ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ടിൽ നമ്മുടെ Redmi Note 5 Pro ഉള്ള പോലെ തന്നെ 20 MB പോർട്രേറ്റ് മോഡൊക്കെ ഉള്ള ഇനേബിൾ ആയിട്ടുള്ള ഒരു സെൽഫി സെൻസറോട് കൂടിയ ഒരു ക്യാമറയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇതിന്റെ പ്രോസസ്സറാണ്. ഇതിന്റെ പ്രോസസ്സർ വരുന്നത് സ്നാപ്ഡ്രാഗൺ 845 ആണ്. സ്നാപ്ഡ്രാഗൺ 845 എന്ന് പറഞ്ഞാൽ ഗെയിമേഴ്സിനൊക്കെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വേറൊരു പ്രത്യേകതയാണ് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മൾ ഈ ഒരു ഫോണിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഹെവി ഗെയിമിംഗ് ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മുടെ ഫോൺ ഹീറ്റ് ആവും. ഈ ഫോണിന്റെ ഹീറ്റിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം. നമ്മുടെ ഹീറ്റ് അത് കുറച്ചു കൊടുക്കും. അപ്പോൾ ഗെയിമേഴ്സിനൊക്കെ ഏറ്റവും നല്ലൊരു സ്മാർട്ട് ഫോണാണിത്. പിന്നീട് ഇതിന്റെ ബാറ്ററിയെ പറ്റി പറയുമ്പോൾ 4000 mAh ബാറ്ററി ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ ക്വിക്ക് ചാർജിങ് 3 സപ്പോർട്ട് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ് ഇത്. xiaomeയുടെ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിന്റെ വില വരുന്നത് ഏകദേശം 21,000 രൂപയ്ക്ക് അടുത്താണ് ഇതിന്റെ വില വരുന്നത്. ഇത് ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ്. xiaomi എങ്ങനെയാണ് ഇത്രയും ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും ഫെസിലിറ്റീസ് കൊടുക്കുന്നത് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പം ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്തായാലും xiaomeയുടെ മാർക്കറ്റ് വീണ്ടും ഉയർത്തുന്നത് തന്നെ ആണ് എൻ്റെ പ്രതീക്ഷ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.